ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി 2 റെസിപ്പിയും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് നല്ല ബീട്രൂട്ട് തോരനും പിന്നെ അടിപൊളി തേങ്ങാ ചമ്മന്തിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് കാണാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വാളംപുളി, 1 ടേബിൾ സ്പൂൺ ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എരിവിനായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മുളക് പൊടി അതേപടി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. മുളക് പൊടിയുടെ പച്ചമണം മാറ്റി ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് സബോള ചേർക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുത്താൽ മതി. നമുക്കിത് ഒന്നും കൂടെ അരച്ചെടുത്തിട്ട് വരാവേ. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി നമുക്ക് അടുത്തത് ബീട്രൂട്ട് തോരനാണ്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാമേ. ഞാനിവിടെ ഒരു 2 ബീട്രൂട്ട് നല്ലതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സബോളയും ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എല്ലാം കൂടി ഇളക്കി ഞാനൊരു 5 മിനിറ്റ് മാറ്റി വെച്ചായിരുന്നു. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാവേ. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നപ്പോഴത്തേനും കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും തേങ്ങയെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തോരനൊക്കെ വെന്തു. ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ വറക്കാനായിട്ട് മസാല തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറികളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ വാഴയിലയൊക്കെ നല്ലതുപോലെ കഴുകി വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചോറിട്ട് കൊടുക്കുവാണേ. ആദ്യം തന്നെ എൻ്റെ മോനുള്ളതാണ് പൊതിയാ കെട്ടുന്നത്. അവന് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ പൊതിച്ചോറല്ലാതെ സാധാ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയുമാണ്. അപ്പോൾ ഞാൻ അവനായിട്ടുള്ള പൊതിയാ കെട്ടുന്നത്. അപ്പോൾ അവന് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 കഷ്ണം മീൻ വറുത്തതാണ്. പിന്നെ നമ്മൾ ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ തേങ്ങ ചമ്മന്തിയാണ് വെച്ച് കൊടുക്കുന്നത്. ചമ്മന്തി ഇച്ചിരി കൂടുതൽ വെച്ചിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമുള്ള ചമ്മന്തിയാണിത്. ഒരൽപ്പം നാരങ്ങ അച്ചാർ വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു മുട്ട പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ പൊതിയാം.
അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് പേപ്പറിലും കൂടെ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പൊതിച്ചോറ് കഴിക്കാനായിട്ട് തുറക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം മോന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവനത് തുറന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പൊതി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ആ ചോറിൻ്റെയും കറിയുടെയും എല്ലാം കൂടെ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അവൻ കഴിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ.